അമേരിക്കയിലെ ന്യൂ ഓർലീൻസിൽ പുതുവത്സരാഘോഷത്തിനിടെ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീരുത്വം എന്നാണ് പ്രധാനമന്ത്രി ഭീകരാക്രമണത്തെ വിശേഷിപ്പിച്ചത്. പുതുവർഷാഘോഷം നടത്തുകയായിരുന്ന ആളുകൾക്കിടയിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയുണ്ടായ ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണം ഭീരുത്വമാണെന്നും ശക്തമായി അപലപിക്കുന്നതായും ട്വിറ്ററിൽ പങ്കുവച്ച പോസ്റ്റിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രാർത്ഥനകളും ചിന്തകളും ആക്രമണത്തിന് ഇരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊപ്പമാണ്. ഈ ദുരന്തത്തിൽ നിന്ന് അവർ കരകയറട്ടെ, അവർക്ക് ശക്തിയും ആശ്വാസവും ലഭിക്കട്ടെ എന്നാണ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. അമേരിക്കൻ പൗരനും മുൻ സൈനികനുമായ ഷംസുദ്ദീൻ ജബ്ബാറാണ് വാടകയ്ക്കെടുത്ത ട്രക്ക് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റിയത്. ന്യൂ ഓർലീൻസിലെ ബാർബൺ സ്ട്രീറ്റിലാണ് ആക്രമണമുണ്ടായത്. വിനോദസഞ്ചാര കേന്ദ്രമായ ബാർബൺ സ്ട്രീറ്റിനടുത്ത് പ്രാദേശിക സമയം പുലർച്ചെ 3:15 ദാരുണമായ ആക്രമണം നടന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ 10,000ങ്ങളാണ് പുതുവർഷം ആഘോഷിക്കാനായി എത്തിയത്. സംഭവം ഭീകരാക്രമണമാണെന്നാണ് FBI കണ്ടെത്തൽ. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അക്രമി കൊല്ലപ്പെട്ടിരുന്നു. ഷംസുദ്ദീന്റെ വാഹനത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാകയും സ്ഫോടക വസ്തുക്കളും തോക്കും കണ്ടെത്തി. ഹൂസ്റ്റണിൽ താമസിക്കുന്ന ഷംസുദ്ദീൻ റിയൽ എസ്റ്റേറ്റ് ഏജന്റാണെന്നും 2 കേസുകളിൽ പ്രതിയാണെന്നും റിപ്പോർട്ടുണ്ട്. US സൈന്യത്തിൽ ഹ്യൂമൻസ് റിസോഴ്സ് സ്പെഷ്യലിസ്റ്റും IT സ്പെഷ്യലിസ്റ്റുമായ ജോലി ചെയ്ത് വിരമിച്ചയാളാണ് ഇയാൾ. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.